ശ്രിതജനനീ തിരുനടയിൽ കുംഭം പിറന്നു പൊങ്കാലയേകാൻ അമ്മയ്ക്കു നൈവേദ്യമേകാൻ. ശ്രീ പാർവതിയായി ശ്രീമൂലവാഴും ശ്രിതജനനീ തിരുനടയിൽ കുംഭം പിറന്നു പൊങ്കാലയേകാൻ അമ്മയ്ക്കു നൈവേദ്യമേകാൻ. അഷ്ടവസുക്കളും ദിക്പാലകന്മാരും ഉത്സവത്തിരുനാളിനെത്തും. അഷ്ടവസുക്കളും ദിക്പാലകന്മാരും ഉത്സവത്തിരുനാളിനെത്തും. ദേവിയും ആനന്ദലഹരിയിലാറാടി ദേവിയും ആനന്ദലഹരിയിലാറാടി ആയുരാരോഗ്യങ്ങളേകും. പാർവതിയായി ശ്രീമൂലവാഴും ശ്രിതജനനീ തിരുനടയിൽ കുംഭം പിറന്നു പൊങ്കാലയേകാൻ അമ്മയ്ക്കു നൈവേദ്യമേകാൻ. സൂര്യചന്ദ്രന്മാരും ഉപദേവതകളും പ്രണവമന്ത്രാക്ഷരം പാടും. സൂര്യചന്ദ്രന്മാരും ഉപദേവതകളും പ്രണവമന്ത്രാക്ഷരം പാടും. ശ്രീമൂലവാഴുന്ന ശ്രീ പാർവതിക്കായി സ്വർണരഥങ്ങൾ തെളിക്കും. ഒരു ദൈവവിശ്വാസിയാണ്. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ എൻ്റെ മോഹൻ ഒരു അത്യാഹിതം സംഭവിച്ചതിൻ്റെ കേട്ടും എൻ്റെ ഭാര്യ ഇവിടെ വന്ന് ദേവിയുടെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ഹോസ്പിറ്റലിൽ നിന്ന് അത്യാഹിതത്തിന് അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. ഞാൻ എല്ലാ കാര്യങ്ങളും ദേവിയുടെ അനുഗ്രഹം വാങ്ങിയിട്ടേ ചെയ്യാറുള്ളൂ. ഭക്തർക്ക് അഭീഷ്ടദായകയാണ് അമ്മ എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തീർത്തും പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ എല്ലാ ദുഃഖങ്ങളും ഇറക്കി വെച്ച് ആശ്വാസം കണ്ടെത്താൻ മറ്റു പലരെയും പോലെ ഞാനും കഴിയുന്നത്ര അവസരങ്ങൾ ഇവിടെ ഓടിയെത്താറുണ്ട്. എല്ലാവരെ സംബന്ധിച്ചിടത്തോളം എന്നതുപോലെ തന്നെ എനിക്കും ഈ ദേവിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് വളരെ അനുഭവങ്ങളാണുള്ളത്. അതെല്ലാം പങ്കുവയ്ക്കാൻ അവസരം പരിമിതമായതുകൊണ്ട് അതിന് ഞാൻ മുതിരുന്നില്ല എന്ന് മാത്രം. എൻ്റെ പേര് സുഭാഷിണി. ഞാനിവിടെ അടുത്ത് താമസിക്കുന്നു. ഞാൻ റിട്ടയർഡ് കോളേജ് അധ്യാപികയാണ്. ഞാൻ പണ്ടെങ്കിലും എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. പക്ഷേ റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ പതിവായിട്ട് എല്ലാ ദിവസവും വരുമായിരുന്നു. പിന്നെ അത് ചൊവ്വയും വെള്ളിയാക്കി. അങ്ങനെ ഈ അമ്പലത്തിൽ വന്നതിന് ശേഷം എനിക്ക് ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, നാരായണീയം എല്ലാം പുരാണ ഗ്രന്ഥങ്ങളെല്ലാം പഠിക്കാൻ കഴിഞ്ഞു. അത് ഒരു ദിവസം അമ്പലത്തിൽ വരാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ ഞാൻ വന്നുകൊണ്ടിരുന്നു. പിന്നെ പേഴ്സണലായിട്ടാണെങ്കിൽ എൻ്റെ മകളുടെ കല്യാണ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അത് അവസാനം ഇവിടുത്തെ അമ്പലത്തിൽ എൻ്റെ കൂട്ടുകാരിയാണ് സുശീലയുടെ മൂത്ത മകനായ രവിയുടെ മാത്രം ചുമതലയിലും രവിയുടെ മാത്രം ഫലമായിട്ട് എൻ്റെ മകളുടെ കല്യാണം നടന്നു. അത് ദേവീ അനുഗ്രഹം മാത്രമായിട്ട് ഞാൻ കരുതുന്നു.
ഒരുപാട് ബ്യൂറോയിലൊക്കെ രജിസ്റ്റർ ചെയ്തു, ഒരുപാട് പേരെടുത്ത് പറഞ്ഞു, നമ്മളും ശ്രമിച്ചു. പക്ഷേ അതൊന്നും നടന്നില്ല. അവസാനം രവി തന്നെ ജാതകം നോക്കി, രവിക്ക് പരിചയമുള്ള ഒരാലോചന കൊണ്ടുവന്ന് നല്ല സുഖമായിട്ട് ഇപ്പം ജീവിക്കുന്നു. ആ ഒരൊറ്റ കാര്യം മാത്രം, ദേവി കടാക്ഷം മാത്രമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ദേവി മാഹാത്മ്യം, സൗന്ദര്യ ലഹരി മുതലായ പുസ്തകങ്ങൾ, ദിവ്യഗ്രന്ഥങ്ങൾ ഞാൻ പഠിക്കാൻ താല്പര്യപ്പെടുകയും പഠിക്കുകയും ഇപ്പം ദിവസവും അത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആധ്യാത്മിക ഉന്നതിക്ക് എന്നെ ഒരുപാട് സഹായിച്ച ഒരു അമ്പലമാണിത്. ഇപ്പം തന്നെ ഞാൻ വർക്കല കോളേജിൽ പഠിപ്പിക്കുന്നു. ഞങ്ങളിപ്പം വർക്കലയാണ് താമസിക്കുന്നത്. എന്നിട്ട് ഇതിനു വേണ്ടി മാത്രം, അമ്പലത്തിലെ ഉത്സവത്തിന് വേണ്ടി മാത്രം ഞാൻ വന്നു. ഇനി തിരിച്ചിങ്ങോട്ട് താമസമാകുമ്പം വെള്ളിയും ചെവ്വയും മുടങ്ങാതെ വരുമെന്ന് വിശ്വസിക്കുന്നു. അതായത് മോക്കൊരു മോളുണ്ട്, ഇപ്പോഴേ സിദ്ധി വേദിക എന്നാണ് പേര്. 1 വയസ്സ് കഴിഞ്ഞ് വളരെ മിടുക്കിയായിട്ട് ഓടി നടന്ന് കളിക്കുന്നു. അതും ദേവി പ്രസാദമായിട്ട് കരുതുന്നു. ഞാൻ ഇവിടെ നല്ലപ്പോഴാണ് മോനെ വരണത്. നല്ലപ്പോഴും വന്നതെല്ലാം നല്ല അമ്മേരെ നല്ല അനുഭവങ്ങളാണ് എൻ്റെ കണ്ണിൽ കണ്ടത്. എനിക്ക് കിളിയൊരു വയ്യാതെ ഞാൻ വന്ന് പൊങ്കാലയിട്ട് എല്ലാം അമ്മ നിറവേറ്റി തന്നെനിക്ക്. ഒരു മംഗളക്കുറവും കാണിക്കുക, എല്ലാം മംഗളമാക്കി തന്നമ്മ. പോകുന്നവർ ഇതാ ഇപ്പോഴും നല്ലൊരു ഐശ്വര്യത്തോടെയാണ് ഞാൻ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. അത്ര അമ്മേരെ ഒരു അനുഭവമാണ് അത് കണ്ടത്. നല്ലപ്പം വന്നെങ്കിലും അമ്മേരിൽ നിന്നും കണ്ടതെല്ലാം നല്ല അനുഭവങ്ങളാണ്. എല്ലാം എനിക്ക് കുറുക്ക് ഒട്ടും അനങ്ങാൻ വയ്യാതെ ഞാൻ വന്നവളാണ്. എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറുക്കിനൊന്നും ഒരു ഇതുമില്ല. എല്ലാ അമ്മയ്ക്കും ചെയ്യേണ്ടതെല്ലാം പ്രസാദങ്ങളും ഞാൻ ചെയ്ത് മംഗളമാക്കിയിട്ട് അമ്മ അതുപോലെ തന്നെ മംഗളമാക്കി കൊണ്ടുവന്നു. ഒരു ചട്ടി വന്നിട്ടും അമ്മ പൊട്ടിപ്പോയി. ആ ചട്ടിയിൽ തന്നെ ഞാൻ പൊങ്കാല ഇട്ടത്, ആ പൊട്ടിയ ചട്ടിയിൽ. എന്നിട്ടുപോലെ എനിക്കൊരു തടസ്സം വച്ചില്ല അമ്മ. അത് ഞാൻ റെഡിയാക്കി പൊങ്കാലയായിട്ട് തന്നെ ആക്കി ആ ചട്ടീനെ നേരത്തെ ആക്കി വെച്ച്. അമ്മയുടെ അനുഗ്രഹമാണ് അതെനിക്ക്, ശക്തിയാണ്. അടുത്ത വർഷം ഇതുപോലുള്ള ശക്തിയോടെ വരണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. എപ്പോൾ അതാണ് ഏറ്റവും എനിക്ക് വലിയ ശക്തി. എൻ്റെ അനുഭവം ഇത്ര തന്നെ മക്കളെ. ഇന്നത്തെ അനുഭവം അത്രയും എനിക്ക്, എത്ര വർഷം ഞാൻ ഇട്ട അനുഭവമാണ് അത്രയും എനിക്ക് കിട്ടിയിരിക്കണം. വളരെ സത്യമുള്ള ദേവിയായിട്ടാണ് കാണുന്നത്. എന്ത് സങ്കടപ്പെട്ടാലും അതിൻ്റെ അനുഭവം നമുക്ക് കിട്ടാറുണ്ട്. ഞാൻ 3 വർഷം കൊണ്ട് വരെയാണ് തുടർച്ചയായിട്ട് പൊങ്കാലയ്ക്ക്. സങ്കടങ്ങൾ മനസ്സ് വിചാരിച്ചാൽ അതൊക്കെ നമുക്ക് സാധിക്കാറുണ്ട്. വളരെ സത്യമുള്ള ദേവിയായിട്ടാണ് കാണുന്നത്. എല്ലാ വർഷവും പൊങ്കാലയ്ക്ക് വരാറുണ്ട്. ഇവിടെ താമസമായ അപ്പോഴും മുതലേ പൊങ്കാലയ്ക്ക് വരാറുണ്ട്. ഇപ്പം 3 വർഷം കൊണ്ട് വരികയാണ് പൊങ്കാലയ്ക്ക്. പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ. ഞങ്ങളുടെ ഈ പ്രദേശത്ത് എല്ലാ ആൾക്കാരും പങ്കെടുത്ത് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാറുണ്ട്. ദിവസവും വന്ന് തൊഴാറുള്ളവരുണ്ട്. എനിക്കാണെങ്കിൽ പെട്ടെന്ന് വന്ന് തൊഴാനുള്ളൊരു സൗകര്യം പോലും എനിക്ക് കിട്ടുന്നില്ല. അതിലെനിക്ക് വലിയ ദുഃഖം. ഇന്ന് ഞാൻ എന്തായാലും വന്ന് പൊങ്കാല ഇടുമെന്നും പറഞ്ഞാണ് ഓടിയെത്തിയത്. അതുകൊണ്ട് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും തന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. ഈ പ്രദേശത്തുള്ള എല്ലാ കുടുംബത്തിനും നല്ല അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഒരു അമ്മയാണ്. അമ്മയുടെ തൃപ്പാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കുന്നു ദേവിയെ. ഇതുകൊണ്ട് 9 വർഷം കൊണ്ട് ഇവിടെയായിരുന്നു. ഈ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ മോളെ കല്യാണം നടന്ന്, പിന്നെ എൻ്റെ വീട്ടിൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യവും എല്ലാം ഈ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം നടന്നു പോകുന്നു. എൻ്റെ പേര് ചിത്രയെന്നും. ഞാൻ ഇവിടെ വന്നിട്ട് ക്ഷേത്രത്തിൽ വന്നിട്ട് 6 വർഷമാവാൻ പോകണം. പിന്നെ എനിക്ക് 2 മക്കൾ. ഈ മോനെ പ്രസവിക്കാൻ പോയപ്പോഴത്തേക്ക് ഡോക്ടർമാരൊക്കെ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇപ്പം ഇവിടെ നല്ല വിളിയാക്കുന്ന ദേവിയാണ്. എന്ത് കാര്യം സാധിച്ചാലും വിളിച്ചാലും അതെല്ലാം സാധിച്ചു ദേവി. 3 വർഷം. അടുത്ത വർഷം വരും. പറ്റുമെന്നുള്ള എല്ലാ വർഷവും വരും. ഓം നമോ ജഗദംബേ ശ്രീമൂല ഭഗവതി നമോസ്തുതേ. ഓം നമോ മഹേശ്വരി. ഓം നമോ മഹാഭദ്രേ. ഓം നമോ ജഗദംബേ ശ്രീമൂല ഭഗവതി നമോസ്തുതേ.
ഓം നമോ മമ ജനനി ശ്രീമൂലഭഗവതി നമോസ്തുതേ. ഓം നമോ മഹാകാളി ഓം നമോ ജയശക്തിമയി. ഓം നമോ മമ ജനനി ശ്രീമൂലഭഗവതി നമോസ്തുതേ. ഓം നമോ മഹാകാളി ഓം നമോ ജയശക്തിമയി.